ഹലോ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മുരിങ്ങക്കായയുടെ റെസിപ്പിയാണ് കേട്ടോ. മുരിങ്ങക്കായ മാത്രം വെച്ചിട്ടൊരു റെസിപ്പി. മുരിങ്ങക്കായയുടെയൊക്കെ സീസണല്ലേ, അപ്പോൾ നമുക്ക് മുരിങ്ങക്കായ മാത്രം വെച്ച് ഒരു അവിയൽ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതാ കുറച്ച് നാടൻ മുരിങ്ങക്കായ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പം മുരിങ്ങക്കായ എല്ലാം ഇതുപോലെ ആ തോലൊക്കെ കളഞ്ഞ് നന്നായി ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ. ഇത് നമ്മുടെ മുരിങ്ങക്കായെല്ലാം ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമ്മളൊരു മൺചട്ടിയിലാണ് കേട്ടോ അവിയലുണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ച മുരിങ്ങക്കായ മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലോട്ട് 4 പച്ചമുളക് കൂടി കീറിയത് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും മുരിങ്ങക്കായ വേവാനായ വെള്ളവും കൂടെ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. മുരിങ്ങക്കായ വെന്ത് വരുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. 1 കപ്പ് തേങ്ങ, ഒരു 5-8 പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും 1/4 ടീസ്പൂൺ നല്ല ജീരകവും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാടൊന്നും അരയണ്ട കേട്ടോ, ഒന്ന് ജസ്റ്റ് ക്രഷ് ആയാൽ മതി. നല്ല പേസ്റ്റ് പോലെ അരയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മുടെ മുരിങ്ങക്കായ ഇവിടെ വെന്തോ എന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് നോക്കിയപ്പോൾ വെന്തിട്ടില്ല. അപ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടെ അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. രണ്ട് മിനിറ്റിന് ശേഷം നമ്മുടെ മുരിങ്ങക്കായെല്ലാം നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് തിളയൊന്നും വരേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നല്ല പുളിയുള്ള കട്ടത്തൈര് ഒരു 1/2 കപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരുപാട് തിളയ്ക്കാൻ പാടില്ല. തിളച്ചാൽ നമ്മുടെ അവിയലിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും. അപ്പോൾ അരികത്തൊക്കെ ഇങ്ങനെ തിള വരുമ്പോൾ തന്നെ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് നമുക്കിതിലോട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റോളം അടച്ചു വെക്കണം കേട്ടോ.
ആവശ്യമില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ.